സമയം വെളുപ്പിനെ 2 മണി. മൊബൈല് പലതവണയായി മാറി മാറി നോക്കുന്നു. പല പുസ്തകങ്ങൾ വായിച്ചു നോക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും ബെഡിൽ കിടക്കുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിനെ നോക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഉറക്കം എന്ന് പറയുന്നത് അനുഗ്രഹിക്കാത്ത ഒരു കാര്യമായിട്ട് ലൈഫിൽ നിൽക്കുന്നു. ലൈഫിൽ പലപ്പോഴും നമ്മളെയൊക്കെ ബാധിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യവും നമുക്ക് ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥ, പലപ്പോഴും ദേഷ്യവും വിഷമവും നിരാശയും, അന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ ഒരു സ്ലോ ഡൗൺ ആവും, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. ഇങ്ങനെ ഉറക്കമില്ലായ്മ നമ്മുടെ ലൈഫിന്റെ ഒരു ബാലൻസിനെ തന്നെ തകിടം മറിക്കും. യഥാർത്ഥത്തില് നല്ല ഉറക്കം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ലൈഫിന് ഏറ്റവും അധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്നത്തെ ഒരു ബിസി ആയിട്ടുള്ള ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടും ഒക്കെ, അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് ഒക്കെ ഇന്നത്തെ ആളുകൾക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഉറക്കം എന്ന് പറയുന്നത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ആരും പരിഗണിക്കാറില്ല. ഇതിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് പതിയെ പതിയെ നമ്മുടെ ലൈഫിന്റെ മൊത്തത്തിലുള്ള താളം തെറ്റിക്കളയുന്ന ഒരു കാര്യത്തിലേക്ക് അത് ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്? ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നല്ല അലക്കി തേച്ച ബെഡ്ഷീറ്റും നല്ല വൃത്തിയുള്ള ഒരു മുറിയും മാത്രമായിരിക്കും, അല്ലെ? യഥാർത്ഥത്തിൽ ഇതും അതിന്റെ ഒരു പാർട്ടായിട്ട് വരുമെങ്കിലും സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സ് മാത്രമല്ല, നമ്മളുടെ നല്ല ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ഹാബിറ്റ്സ് ആണ് സ്ലീപ്പ് ഹൈജീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നല്ല ഒരു സ്ലീപ്പ് ഹൈജീൻ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല ഒരു സ്ലീപ്പ് റുട്ടീൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് എന്നും ഉറങ്ങാൻ പോവുക, കൃത്യസമയത്ത് ഉണരുക. അത് വീക്കെൻഡ് ആണെങ്കിൽ പോലും കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ ഉറങ്ങുകയും ഉണരുകയും ചെയ്ത് നമ്മുടെ ബോഡിയിലെ ഇന്റേണൽ ക്ലോക്കിനെ നമ്മൾ ആ ഉറക്കത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ലീപ്പ് ഹോർമോൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യാനും രാവിലെ നല്ല എനർജറ്റിക് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് ആ ഒരു ഡേ കംപ്ലീറ്റ് കൊണ്ടുപോകാനും ഇങ്ങനെയുള്ള ഒരു ശീലം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിൽഡ് ആൻ എഫക്റ്റീവ് പ്രീ സ്ലീപ്പ് റുട്ടീൻ. ഉറങ്ങുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെയൊക്കെ സംബന്ധിച്ച് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെയും മൊബൈൽ നോക്കുക, അതിനുശേഷം നമ്മൾ കിടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞാൽ പോലും ഉറങ്ങാൻ സാധിക്കാതെ. യഥാർത്ഥത്തിൽ നല്ല ഉറക്കം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ആയുസ്സിനും എൻ്റെ ലൈഫിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ഉറക്കത്തിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഉറങ്ങാൻ നമ്മൾ എപ്പോഴാണോ ടൈം ഫിക്സ് ചെയ്തേക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മൊബൈലിൽ നിന്നുള്ള ഈ ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് മെലറ്റോണിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നല്ല ഉറക്കം കിട്ടാത്തത്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈൽ മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ വേണ്ടി നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു 1 അവർ സമയം ഉറങ്ങുന്നതിന് മുമ്പ് അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. പ്രൊഡക്റ്റീവ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ, അതായത് ബുക്കുകൾ വായിക്കുന്ന ശീലമുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു റീഡിങ് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിട്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതല്ല ജേർണൽ എഴുതുന്ന ശീലമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ അതിനെ കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണ്, എനിക്ക് ഉറങ്ങാനുള്ള സമയമായി വരുന്നു എന്നുള്ളത്. ഇത് നല്ല ഉറക്കം കിട്ടുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്രിയേറ്റ് എ റെസ്റ്റ്ഫുൾ എൻവയോൺമെന്റ്. നമ്മൾ ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം ഉറക്കത്തിന് പറ്റിയ തരത്തിലുള്ളതായിരിക്കണം. അതായത് ഒരുപാട് ലൈറ്റ് അല്ലെങ്കിൽ ഒരുപാട് സൗണ്ട് നോയ്സ് ഒക്കെ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ബെഡ് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഒരുപാട് ബുക്സും അല്ലെങ്കിൽ ലാപ്പും ഇങ്ങനെ എല്ലാം കൊണ്ട് ചില വ്യക്തികൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് ഇതിന്റെ എല്ലാം ഇടയിലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എങ്കിൽ നമുക്ക് ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബ്രെയിനിന് ഇതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഉറക്കം കിട്ടാൻ പറ്റിയ ഒരു ഇതല്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയും അത് നമ്മളുടെ ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ റൂം ആണ് എങ്കിലും നമ്മളുടെ ബെഡ് ആണ് എങ്കിലും നല്ല നീറ്റ് ആയിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട് ആ റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് പരമാവധി ലൈറ്റ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം ഡാർക്ക്നെസ്സിലാണ് നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലറ്റോണിൻ റിലീസ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും എല്ലാവർക്കും അത് പോസിബിൾ ആണോന്നില്ല. കാരണം നമ്മൾ റൂം ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഇതാണെങ്കിൽ, അറ്റ്മോസ്ഫിയർ ആണ് എങ്കിൽ എപ്പോഴും അത് പോസിബിൾ അല്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഐപാഡ് യൂസ് ചെയ്യാം. ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്
അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ഉറക്കമില്ലാത്ത വ്യക്തികളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴാണ് അവരുടെ ഉറക്കമില്ലായ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മളുടെ ഡെയിലി ലൈഫ് ചോയ്സസിന് നമ്മളുടെ ഉറക്കവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തികളാണ്, ജിമ്മിൽ പോകുന്നതാവാം, അല്ലെങ്കിൽ ഒരുപാട് നല്ല വിഗ്രസ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെങ്കിലും നമ്മളുടെ ഉറക്കത്തിന്റെ ആ ഒരു കണക്ഷന് ഇതുമായിട്ട് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് ഉറങ്ങുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉറക്കം കിട്ടുള്ളൂ. അതായത് എക്സസൈസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ് എങ്കിൽ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ തിരഞ്ഞെടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയം എപ്പോഴാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനേക്കാൾ ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും അത് ചെയ്ത് നിർത്തേണ്ടതാണ്. കാരണം നമ്മുടെ ബോഡി ഓവർ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടില്ല. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ ഇൻടേക്ക് ആണ്. കുറച്ച് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുമെന്ന് നമ്മൾ പൊതുവിൽ ചിന്തിക്കും. പക്ഷേ നമ്മളുടെ ഉറക്കത്തെ ആ ഒരു ഉറക്കത്തിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ ഒരു ഇനീഷ്യൽ ഒരു ഡ്രൗസിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും നല്ല ഉറക്കം കിട്ടുന്നതിന് പലപ്പോഴും നമ്മളുടെ ഈ ഒരു ആൽക്കഹോൾ ഇൻടേക്ക് കാര്യമായിട്ട് ബാധിക്കുന്നുള്ളത് പൊതുവിൽ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ശീലം ചില വ്യക്തികൾക്കുണ്ട്. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഉറക്കത്തെ സ്ലീപ്പ് സൈക്കിളിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. അതോടൊപ്പം തന്നെ കാപ്പി കുടിക്കുന്ന ശീലം, ചില വ്യക്തികൾ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെയും കാപ്പി കുടിക്കുന്നത് പൊതുവിൽ കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ശീലം നമ്മുടെ ഉറക്കത്തെ സാരമായിട്ട് തന്നെ ബാധിക്കും. കാപ്പിയൊക്കെ കുടിക്കുന്ന ശീലം ഉണ്ടായെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഒരു കുറഞ്ഞത് ഒരു 4-5 മണിക്കൂർ മുമ്പെങ്കിലും, ഉറക്കത്തിന് മുമ്പെങ്കിലും അത് കുടിക്കുന്നത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ചെറുതെന്ന് നമുക്ക് തോന്നും, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉറക്കം കിട്ടുകയുള്ളൂ. ഈ ഉറക്കം നല്ലതാണോ, നല്ലൊരു സ്ലീപ്പ് ക്വാളിറ്റി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നന്നായിട്ട് ഉറങ്ങുക, അതോടൊപ്പം തന്നെ രാവിലെ നല്ല ആക്റ്റീവ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഒരു റിഫ്രഷ്മെന്റിൽ നമുക്ക് എഴുന്നേക്കാൻ സാധിച്ചാൽ അതിനർത്ഥം നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും അധികം ആളുകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ പല പ്രശ്നങ്ങൾക്കും അത് ഇമോഷൻ റിലേറ്റഡ് ആയിരിക്കാം, സ്ട്രെസ് റിലേറ്റഡ് ആയിരിക്കാം, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും ഒരു റൂട്ട് കോസ് ചെന്ന് നിൽക്കുന്നത് ഇൻസോംനിയയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഇനിഷ്യേറ്റീവ് നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.